ബീഫിൻ്റെ കരൾ വെക്കാനാണ് തീരുമാനം. അങ്ങനെ കുറച്ച് കരൾ വാങ്ങിച്ചുകൊണ്ട് വന്നു ചേട്ടൻ. അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അരിയാൻ പോവാണ് കറി വയ്ക്കാൻ. ഫസ്റ്റ് ടൈമാണ് ഞാൻ വയ്ക്കുന്നത്. യൂട്യൂബിൽ ഞാൻ നോക്കിയെങ്കിലും ചെറുതായിട്ടൊരു വീഡിയോ കണ്ട് നോക്കിയിട്ട് വയ്ക്കാമെന്നുള്ള രീതിയിൽ, ചിക്കൻ വയ്ക്കുന്നത് പോലെ തന്നെ അങ്ങ് വെച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് വയ്ക്കുകയാണ്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക മറക്കരുത്. അങ്ങനെ ഉള്ളി ചെറുതായിട്ടിരിക്കുക. പിന്നെ ബീഫിൽ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പിട്ടില്ല കേട്ടോ, ഉപ്പിടാൻ മറന്നുപോയതാണ് കേട്ടോ. കറിയിൽ ഇടുകയുള്ളൂ, ഇതിലിടാൻ മറന്നുപോയി. അപ്പം ഞാനിത് പുരട്ടി ഇത് വേവിക്കാൻ വയ്ക്കണം. ഇത് കുറച്ച് ചെറുതായിട്ടൊരു 2 വിസിൽ കേൾക്കുന്ന രീതിയിൽ കുക്കറിൽ വേവിച്ചാൽ എളുപ്പത്തിൽ വേവും. ഇപ്പോൾ ഇവിടെ കുക്കർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ നമ്മൾ നോർമൽ ചീനച്ചട്ടിയിൽ അല്പം വെള്ളം വീഴ്ത്തിയിട്ട് ഒന്ന് വേവിക്കുകയാണിത്. ഒരു 7 മിനിറ്റോളം ഞാൻ വേവിച്ചു. ഐ തിങ്ക് 7 മിനിറ്റോളം ഞാനത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചു. ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റണം. അത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുമോ, ഒന്നും ആയില്ല. ഞാൻ പോയി ഒന്ന് തുറന്ന് നോക്കിയതാണ്. പിന്നെ ചീനച്ചട്ടി എടുത്ത് ഉരുളി എടുത്തിട്ട് എണ്ണയൊക്കെ വീഴ്ത്തി ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി അടിപൊളിയാക്കിയിട്ട് നമ്മൾ ബാക്കി പരിപാടി ചെയ്യാം. എണ്ണ എടുക്കാൻ പോകുന്നതാണ്. എല്ലാം അപ്പുറത്തെ സൈഡെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഗതികേടില്ല ഞാൻ. അപ്പം നിങ്ങൾ മറക്കണ്ട, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി. അങ്ങനെ എണ്ണ വീഴ്ത്തി ഉള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി എടുക്കണം. കുറച്ച് പാടാണ് ഉള്ളി വഴറ്റി വരാൻ തന്നെ. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴറ്റണമെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അതെടുക്കാൻ ഞാനിപ്പോൾ ഒരു റൗണ്ട് ഓടും, നിങ്ങൾ കണ്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. പക്ഷേ ഇത് ചെറിയ അടുപ്പിലായതുകൊണ്ട് തീ കുറവല്ലേ, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ കയറി നിൽക്കുന്നത് സ്റ്റെപ്പിൻ്റെ മുകളിലാണ്. കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ ഒക്കില്ല. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തല്ല എന്ന് പറഞ്ഞ് വഴറ്റി കൊടുക്കുക. പിന്നെ ഇത് വെന്തോന്ന് ഞാൻ തുറന്ന് നോക്കി. ഒരുവിധം നന്നായിട്ട് വെന്തു. പിന്നെ റബ്ബർ പോലെ ആവുന്നത് വരെ വേവിക്കരുത്. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ ഇതിൽ കൂടെ ഇടുമ്പോൾ പിന്നെയും കറി കുറുകുന്നത് വരെ വേവിക്കണമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് റബ്ബറാവും, അതാണ് അതിൻ്റെ കുഴപ്പം. അതുകൊണ്ട് നന്നായിട്ടിരുന്ന് അപ്പോൾ അങ്ങനെ നന്നായിട്ടത് വഴറ്റിയിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ മുളക് പൊടി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, മറന്നുപോയി കാര്യം എന്താന്ന്. അപ്പം മുളക് പൊടി എടുക്കാൻ പോയപ്പോഴാണ് കുപ്പിയിൽ മുളക് പൊടി ഇല്ല, കാലിയായി. ഒരുവിധം മുളക് പൊടി തീർന്നു. അങ്ങനെ മുളക് പൊടി മൊത്തം തട്ടി. മുളക് പൊടി ഇല്ല എന്നുള്ള റിയാക്ഷനാണ്. പക്ഷേ വേറെ കവറിൽ മുളക് പൊടി ഉണ്ട്, തട്ടിയില്ലെന്നേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് വഴറ്റണം. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി നമ്മൾ ഇടാറുണ്ട്, ചിലവർ ഇടാറില്ല. അങ്ങനെ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് കുരുമുളക്, അത് നമ്മൾ അവസാനം ഇടും ആദ്യം ഇടും. കുരുമുളക് ഇവിടെ എരി കുറച്ച് കൂടുതലാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് കുരുമുളക് അല്പം കുരുമുളക് ഇട്ടു ചുമന്ന് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി. കൊച്ചിന് വയ്യ, വഴറ്റി ഒരു പരുവായി ഞാൻ. അങ്ങനെ ആരുമില്ല, അമ്മ ഇല്ല, അപ്പോൾ അമ്മ ജോലിക്ക് പോയി. അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യണ്ടേ. അതുകൊണ്ട് പിന്നെ കുറച്ച് ബീഫ് മസാല ഇട്ടു. അത് നല്ലതാണ്, ബീഫിൻ്റെ ഒരു മണവും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് വേവിച്ചതെല്ലാം കൂടെ എടുത്ത് ഇതിലോട്ട് തട്ടി കുറച്ച് ഉപ്പും ഇട്ട് കുരുമുളകും ഇട്ട് അടച്ച് വെച്ച് അങ്ങ് കുറച്ചൊരു തിളക്കട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും, എന്തായി മക്കളെ, നിങ്ങൾക്ക് സുഖമാണോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചെടുത്ത് പൊരിക്കുകയും കൂടെ ചെയ്തു. അതെടുക്കാൻ പറ്റിയില്ല വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വയ്ക്കുന്നതെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ ടേസ്റ്റ് ചെയ്തു, നിങ്ങളും വെച്ച് നോക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടനും ഇഷ്ടമായി.
പിന്നെ ആദ്യമായിട്ട് വെച്ചുകൊണ്ട് എന്താ പറയുക, ഒരു തൃപ്തി വരുന്നില്ല. ഇനിയും കുറച്ചും കൂടെ നല്ല ബെറ്ററായിട്ട് വയ്ക്കണമെന്നുണ്ട്. ബൈ. സപ്പോർട്ട് ചെയ്യാം മൈ ചാനലിനെ.